കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നല്ലൊരു വെജിറ്റബിൾ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിന് തേങ്ങയിടുന്ന ആവശ്യമില്ല കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ നമുക്ക് രാത്രി ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. പിന്നെ കുറച്ചൊരു 5-8 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു വളരെ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി കൂടി പോകാൻ പാടില്ല, ചെറിയ കഷ്ണം മതി. പിന്നെ ഞാനിവിടെ 5-6 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളകും ഉപയോഗിക്കാം. കാന്താരി മുളകാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 10-12 കശുവണ്ടി വെള്ളത്തിലിട്ട് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതാണിത്. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശുവണ്ടിക്ക് പകരം ബദാം അല്ലെങ്കിൽ നിലക്കടല ഒക്കെ യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു കശുവണ്ടി ആയിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് അങ്ങ് വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചക്കറികൾ ചേർക്കാം. ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു വലിയ ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, ഒരു 1/3 കപ്പ് വരെ ഉണ്ടാവും ഗ്രീൻ പീസ്. ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. സാധാരണ ഗ്രീൻ പീസ് ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കുക്കറിലോ മറ്റോ ഒന്ന് വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ പച്ചക്കറികൾ ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഫ്ലെയിം കൂട്ടിയിട്ട് 3-4 മിനിറ്റ് ഈ പച്ചക്കറികൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ സമയത്ത് നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ചോളൂ. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൊടി. ഇത്രയും പൊടികൾ ചേർത്തിട്ട് എല്ലാം കൂടി വെജിറ്റബിൾസിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. നമ്മൾ അരച്ച പേസ്റ്റും പൊടികളും ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. നല്ല പുളിയുള്ള തൈരാണ്. പുളി കുറഞ്ഞ തൈരാണെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ്. ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഈ കറി നമുക്കിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും പച്ചക്കറികളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് കറി തുറന്ന് നോക്കാം. അപ്പോൾ നല്ലതുപോലെ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. പച്ചക്കറികളൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒരുപാട് സമയം വെച്ചിട്ട് വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പാകത്തിൽ തന്നെ എടുക്കുന്നതാവും നല്ലത്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കസൂരി മേത്തിയുടെ ഫ്ലേവർ വേണം എന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കറി അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്